നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരടുക്കളക്കാരി പെണ്ണെന്നതിനപ്പുറം അവള് മറ്റെന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട്. ആ തോന്നല് സത്യമാണെങ്കിൽ സഞ്ജുവിനും ദിനേശനും രാജുവിനും അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിയാം. അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾക്ക് എന്താ ഗുണം? നമ്മൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് അവളല്ലേ? പക്ഷെ അവൻ ഒളിവിലിരുന്ന് അവളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലോ? ഒരു പെൻഡ്രൈവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിലവളുടെ വിവാഹ വീഡിയോ തന്നെയാ. ദിനേശനെ വച്ച് അവളത് തട്ടിയെടുത്തു. അവള് മംഗലശ്ശേരി വീട്ടിൽ കയറി പിടിമുറുക്കിയെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ശ്രീകുട്ടി വീണതോടെ അമ്മുവിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുക. വീൽ ചെയറിന്റെ പിന്നിൽ നിന്ന് ശ്രീകുട്ടിയെ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവളാ. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? അവസാന ശ്രമം എന്ന പേരിൽ ഒരു അറ്റാക്കും കൂടി നടത്തണം. അതിനുവേണ്ടി ആളെ പുറത്തുനിന്നിറക്കാം. ഗൗതം, ഇപ്പൊ അതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് അമ്മുവിന്റെ ബാക്ക് സ്റ്റോറിയാ. അതും കൂടുതലായിട്ടൊന്നും വേണ്ട. അവളുടെ വിവാഹം മുതൽ അവൾ ഈ സിറ്റിയിൽ എത്തപ്പെട്ടത് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് അറിയണം. ആരാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? അവൻ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടോ? എങ്കിൽ എവിടെയാണ്? വീട്ടിൽ നിന്ന് പോയി 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ അവൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ആയിരുന്നു എന്നാ. ഇതൊക്കെ അറിയണമെങ്കിൽ അവളുടെ നാട്ടിൽ പോണ്ടേ? പോണം. ഗൗതം തന്നെ പോയി വിവരങ്ങൾ അന്വേഷിച്ചറിയണം. എനിക്കതൊരു വാശിയാ. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് അറിഞ്ഞാൽ അവനെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. മംഗലശ്ശേരിയിൽ നിന്ന് അതോടെ നിഷ്പ്രയാസം അവളെ ഒഴിവാക്കി വിടാനും കഴിയും. അവളുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഒരു ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി അനിയത്തിയെ വേറെ കെട്ടിച്ചുവിടാൻ. ഈ ഡിക്റ്റേറ്റീവിന് എന്തെങ്കിലും വിവരം കിട്ടിയതായിട്ട് അറിഞ്ഞോ? എങ്കിൽ അയാളെ നമുക്ക് കണ്ടുപിടിക്കാം. അയാളൊരു ബഫൂണായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടാൽ തന്നെ അറിയാം ഒരു കോമാളിയാണെന്ന്. അമ്മ ശ്രീകുട്ടിയുടെ ഫോണിൽ നിന്ന് അയാളുടെ നമ്പർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവിടുന്ന് എന്തൊക്കെയോ അറിഞ്ഞ് കാശിനു വേണ്ടി വീട്ടിൽ കയറി ഇറങ്ങുക അയാള്. അമ്മുവിന് വേണ്ടി അയാളെ ഹാൻഡിൽ ചെയ്യുന്നത് സഞ്ജുവും ദിനേശനുമാ. അവളുടെ ഭർത്താവ് ആരാണെന്ന് ശ്രീകുട്ടി അറിയാൻ പാടില്ലെന്ന് സഞ്ജു കരുതുന്നുണ്ടെങ്കിൽ അതിലെന്തോ നിഗൂഢതയുണ്ട്. അവളെ സംരക്ഷിക്കേണ്ട എന്ത് കാര്യമോ സഞ്ജുവിനുള്ളത്? കറക്റ്റ്. ഞാനും അത് തന്നെ ചിന്തിച്ചത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ഊഹാപോഹങ്ങളൊന്നും അല്ല എനിക്ക് വേണ്ടത്. അവളുടെ നാട്ടിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ പോവാം. അത് തന്നെയാ നല്ലത്. പെരുവണ്ണാപുരത്ത് ചെന്ന് തച്ചിലെടുത്ത് വീട് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും. ലച്ചു എന്ന പേരില അവൾ അവിടെ അറിയപ്പെടുന്നത്. പിന്നെ ഗൗതം വരുന്നത് അവനിലേക്ക് എത്താനുള്ള തെളിവുമായിട്ടായിരിക്കണം. അത് നീ എനിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ശ്രീകുട്ടിയുടെ മുന്നിൽ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അജ്ഞാതനാരെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അവനെ ഒളിപ്പിക്കാൻ ശ്രമിച്ച സഞ്ജുവിന്റെ പങ്കും തുറന്നു കാണിക്കണം. മുത്തശ്ശി, ചായ. അല്ല, പുറത്തേക്ക് പോവാണോ ശ്രീകുട്ടി? അമ്മുവും ഡ്രസ് മാറിയിട്ടുണ്ടല്ലോ. നടക്കാൻ പറ്റില്ല എന്ന് കരുതി ഞാൻ പുറലോകം കാണണ്ടെന്നാണോ? എന്ന് ചെറിയച്ചൻ പറയോ മോളെ? അവരൊന്ന് ഔട്ടിങ്ങിന് പോയിട്ട് വരട്ടേന്നേ. അല്ല, ആരുടെ കൂടെ ശ്രീകുട്ടിയെ വിടുന്നേ? പ്രഭേട്ടനോ വല്യച്ചോ കൂടെ വരുന്നുണ്ടോ? അച്ഛന്റെ അമ്മയുടെയും കൂടെ പോകാൻ ഞാൻ കൊച്ചുകുട്ടിയാണോ ഇളയമ്മ? സഞ്ജു എവിടെയുണ്ട്? അവ ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയിരിക്കുക. സദാ നേരവും മുറിയിൽ കഴിച്ചു കൂട്ടാതെ ഒന്ന് പുറത്തു പോകുന്നൊക്കെ നല്ലതാ. മനസ്സിനൊരു ധൈര്യമാണ് മോളെ ആദ്യം വേണ്ടത്. എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും മോളുടെ മനസ്സിൽ വരരുത്. മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ ഔട്ടിങ്ങിന് പോകാമോന്ന് സഞ്ജു എന്നോട് ചോദിച്ചപ്പോ ഞാൻ സമ്മതം പറഞ്ഞത്.
പോയാലോ? അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നു സഞ്ജു? പാർക്കിലോ ബീച്ചിലോ? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പച്ചി. സ്വാധീനം കൊണ്ടൊന്ന് പുറത്തു പോവാ, അത്രേ മനസ്സിലുള്ളൂ. അല്ല, വീൽ ചെയർ യൂസ് ചെയ്യണമെങ്കിൽ അമ്മു മാത്രം മതിയോ? കൂടെ ആരെങ്കിലും വേണ്ടേ? ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. സഞ്ജനെ വിളിക്കേണ്ടതായിരുന്നു, ഞാനത് ഓർത്തില്ല. അവളെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറേ ഇല്ല. അവള് വന്നു കഴിഞ്ഞാൽ എന്റെ ബോറടി മാറും. അവളുടെ കൂട്ട് ആദ്യമൊന്നും ശ്രീകുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇപ്പെന്താ അവളോടൊരു ഇഷ്ടം തോന്നാൻ? അവൾക്ക് കുസൃതി ഇത്തിരി കൂടുതലാ. അതാ ഞാൻ ആദ്യം കുറച്ച് അകലം പാലിച്ചത്. പക്ഷെ നല്ലൊരു മനസ്സ് സഞ്ജനിക്കുണ്ട്. ഇല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് രാത്രി വരേണ്ട എന്തെങ്കിലും കാര്യം അവൾക്കുണ്ടോ? അത് കഴിഞ്ഞു അവള് വന്നില്ലേ? അത് മോള് പറഞ്ഞത് സത്യമാ. ഇപ്പോഴും അവള് മോളെ കാണാൻ വരുന്നുണ്ട്. വരിക മാത്രമല്ല, മടി പിടിച്ചിരുന്നാലും പുറത്തു കൊണ്ടുപോയി മോളെ സന്തോഷിപ്പിക്കാറുമുണ്ട്. അമ്മയ്ക്ക് സഞ്ജന ഇഷ്ടമല്ലേ? അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. അമ്മ അവളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവള് നല്ലൊരു കുട്ടി ആയതുകൊണ്ട് തന്നെയാ. അല്ല, എന്തിനാ സഞ്ജന ഇപ്പോഴും നാട്ടിൽ തന്നെ നിൽക്കുന്നെ? അവൾക്ക് ഈ നാട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണത്രേ. അവള് അബ്രോഡ് പോകാൻ എന്തൊക്കെയോ പ്ലാനിങ്ങില്ല. അതിവിടെ വെച്ചാകാന്ന് കരുതി പോകാതെ നിക്കുവാ. അല്ല, ഇവിടെ അവൾക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? മോളൊന്നും ചോദിച്ചില്ലേ? ഞാൻ അവളോടത് ചോദിച്ചതാ, ഉണ്ടെന്നാ പറഞ്ഞ. ആരെന്ന് ചോദിച്ചപ്പോ നിങ്ങളൊക്കെ തന്നെയാന്നാ മറുപടി പറഞ്ഞ്. ആ, ഒരു കോടീശ്വരന്റെ പുത്രിയ. പക്ഷെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞ അങ്ങനെ തോന്നുകയില്ല. ഇളയമ്മ അവളെ കാര്യമായിട്ട് പരിഗണിച്ചോ? അറിയാലോ, മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ അവളുടെ കയ്യില. അതുകൊണ്ടല്ലേ അവളോട് ആരും ഇഷ്ടക്കേട് കാണിക്കാത്തത്. അല്ലെങ്കിൽ കാണിച്ചേനെന്നല്ല ചെറിയ സൂചിപ്പിച്ചത്. എന്തോ എനിക്ക് അവളുടെ ഇടിച്ചു കയറ്റാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. ദിനേശന് പറഞ്ഞത് ശരിയല്ലേ അമ്മു? ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയല്ലേ, എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിച്ച് കളയും. നിന്നെയും കണ്ണടച്ച് വിശ്വസിച്ചവളല്ലേ അമ്മു ഞാൻ. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. ആ, അത് അവളോട് മാത്രമല്ലേ ആകാവൂ, മറ്റാരോടും പാടില്ലല്ലോ. പിന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.